ഹായ് ഗായ്സ്, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് കുറച്ച് വയ്യാതെ ഇരിക്കുകയാണ്. ഞാൻ വ്ളോഗിലിടെ പപ്പയും മമ്മി കണ്ടിട്ട് മമ്മിനി നിർത്തി എന്നാണ് പറയുന്നത്. ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ഇവിടെ കഴിഞ്ഞത്. ഗായ്സ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കയറി വരുന്ന ശ്രീഷ് മെമ്മറി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന നിഹാലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഏത് ദിവസം വെനസ്ഡേയോ? ഐ തിങ്ക് വെനസ്ഡേ ആണെന്ന് തോന്നുന്നു. ഇന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ബിക്കോസ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ലിപ്സ്റ്റിക്ക് വാങ്ങാനുണ്ട്, പിന്നെ എനിക്കൊരു പെർഫ്യൂം നോക്കാനുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പുറത്തേക്ക് പോവാം. ഷിട്ടു വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഷീ കം ഓർ നോട്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിക്ക് ചെയ്തില്ല. സോ അപ്പം നമുക്ക് പോവാം. അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്യണം വിചാരിക്കും. പക്ഷെ എനിക്ക് എന്താണെന്നറിയത്തില്ല, മടിയാ. പെട്ടെന്നൊരു മടി അങ്ങ് പിടിക്കും. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പം അങ്ങനെയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഡീഹൈഡ്രേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് കുറച്ച് വയ്യാതെ ഇരിക്കുകയാണ് ഞാൻ. സോ ചിലപ്പോൾ അതിൻ്റെ ഒരു ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടാവും. എനിക്ക് ഐ എം നോട്ട് ഷുവർ. എൻ്റെ അടുത്ത് പറഞ്ഞ ടാബ്ലറ്റ് എടുക്കണ്ടെന്നാണ്. പക്ഷേ തിങ്ക് ചെയ്തിട്ട് മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ലിപ്സ്റ്റിക്ക് വാങ്ങണം, അതൊരു മസ്റ്റാണ്. എന്തില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക്, കാരണം ഇന്നലെ പോകണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്കിങ്ങനെ കുറച്ച് വയ്യാത്തത് കൊണ്ടും പിന്നെ വേറെ കുറച്ച് പരിപാടിയിലായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഇതായിപ്പോയി. ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലായി നല്ല രീതിക്ക് പ്രശ്നമുണ്ട് ബോഡിക്ക്. ഡീഹൈഡ്രേഷൻ നല്ല രീതിക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് ഇന്ന് നോക്കാമെന്ന്. അപ്പം ഇന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഡോക്ടർ, എനിക്ക് അറിയുന്നൊരു ഡോക്ടറുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് വെയിറ്റ്, ഡീഹൈഡ്രേഷൻ ആണ്, വെള്ളം കുടിച്ചൊന്ന് റെഡിയാക്ക്, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് എടുക്കാം എന്നൊക്കെ. സോ വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഡേ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പം തന്നെ സമയം 3:30 ആവാനായി. സോ ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാണിക്കാം. ഓക്കെ, സോ അപ്പം ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ഒരു ബ്ലാക്ക് കാർഗോസ് ആൻഡ് ക്രോപ്പ് ടോപ്പ്. വേറെ ഒന്നുമില്ല, ഒരു സിമ്പിൾ കോസ്റ്റ്യൂം. റൂമെല്ലാം അലങ്കോല പെട്ട് കിടക്കുകയാണ്. ബിക്കോസ് എനിക്ക് കൊളാബ് വന്ന സാധനങ്ങൾ, അവിടെ പ്രൊമോഷൻ ചെയ്യേണ്ട സാധനങ്ങൾ എല്ലാം വാരി വലിച്ചിരിക്കുന്നുണ്ട്. കൂടാതെ ഒരു ചെയർ ഉണ്ട് റൂമിൽ. ചെയർ മൊത്തം ഡ്രസ്സും എൻ്റെ കുറച്ച് സ്റ്റഫ്സുമാണ്, റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പം അതാണ്. അപ്പം നമുക്കിനി പുറത്തേക്ക് പോകാം. അതിൻ്റെ മുന്നേ ഇപ്പം ഇഷാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം എൻ്റെ ബ്രദർ. അപ്പോൾ അവനൊന്ന് ഒച്ചായയിലേക്ക് തട്ടി കൊടുക്കണം. സോ അപ്പം അതൊക്കെ ചെയ്ത് അവിടെ എത്തിയിട്ട് ഇനി ഞാൻ വ്ളോഗ് കാണിച്ചു തരാം. ഞാൻ ഒച്ചായയിൽ വന്നു ഒരു ലൈം ടീ കുടിക്കാം. ആക്ച്വലി ഇഷാൻ ഇറക്കാൻ വേണ്ടി തന്നു. അപ്പം ഞാൻ ഒരു ലൈം ടീ കൂടി കുടിച്ചിട്ട് പോവാം. കാരണം എനിക്ക് ഓൾറെഡി ഡീഹൈഡ്രേഷൻ കുറച്ച് ഉള്ളതാണ്. ഞാൻ വ്ളോഗിലിടെ പപ്പയും മമ്മി കണ്ടിട്ട് ഇഷാനെ കൊണ്ട് ആവില്ല ഗൈസ്. ഭയങ്കര എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് ഭയങ്കര സസ്പെൻഷനൊക്കെ കിട്ടിയിട്ട് തിരികെ ഇവിടെ. പക്ഷെ ഒരു കൂസലില്ല, സസ്പെൻഷൻ കിട്ടിയെന്നുള്ളത്. ലൈം ടീ എത്തി. സസ്പെൻഷനൊക്കെ കിട്ടിയാൽ പക്ഷെ ഒരു കൂസലും ഇല്ല. അങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി തരുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഈ ലൈം ടീ കുടിച്ച് തീർക്കട്ടെ, എന്നിട്ട് നേരെ പോട്ടെ. ഷിഫ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളൊരു 4:30 ആകുമ്പോഴേക്കും മാനാഞ്ചിറ പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുള്ള കൂടെ എനിക്ക് ബാങ്ക് പോകാനുണ്ട്, ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അവിടെ കാണാം. കയ്യിൽ വാച്ച് എവിടെ ഇഷാൻ? ഓനവിടെത്തിയോ? കാനറ ബാങ്ക് എത്തി. ഞാൻ ഇവിടെയാണ് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെയിറ്റ് വേണം തോന്നുന്നു. അപ്പം ഗൈസ്,
ആക്ച്വലി എനിക്ക് കുറച്ച് പൈസ ഇടാറുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നേ. ഇന്നലെ ഒക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. ടച്ച്വുഡ് ഇന്ന് കുറച്ച് വെയിലുണ്ട്. എനിക്ക് സണ്ണി ഡേയ്സ് ആണ് ഇഷ്ടം, വെയിലുള്ള ദിവസമാണ് എനിക്കിഷ്ടം. സോ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ ഉള്ളിൽ ആൾക്കാരുണ്ട് പൈസ ഇടാനോ എടുക്കാനോ എന്തിനോ. സോ ഞാൻ അവിടെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഐ റിയലി മിസ് മൈ സിസ്റ്റർ, പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ലൈക്ക് നാട്ടിലുണ്ടാകുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഒരു വൈബില്ല. ഒരു ടൈം ഉണ്ടായിരുന്നു ലൈക്ക് ഫ്രണ്ട്സാണ് എല്ലാം, ഫ്രണ്ട്സാണ് അത് ഇത് അങ്ങനെ വിചാരിച്ചൊരു ടൈം. പക്ഷേ ഇപ്പോൾ ഐ ലൈക്ക് മോർ ടൈം ടു സ്പെൻഡ് വിത്ത് മൈ സിസ്റ്റർ. ആക്ച്വലി സ്പീക്കിംഗ്, നിങ്ങൾക്ക് ഓഡിബിൾ ആണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ടൈം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ അവളൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ലാത്ത ടൈമുണ്ട്. പക്ഷേ ഈ ഒരു ഏജ് ടൈമാണോ, ഈ ഒരു ടൈം എത്തിയപ്പം ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ സിസ്റ്റർ. കാരണം നമ്മുടെ വൈബ് അങ്ങ് സെറ്റായി, അങ്ങ് കണക്റ്റായി, എന്താണെന്ന് അറിയത്തില്ല. സോ ഐ മിസ് ഹർ, ഐ റിയലി മിസ് ഹർ. ഞാൻ ഇന്നലെയും കൂടി മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഐ മിസ് യു എന്ന് പറഞ്ഞിട്ട്. യാ, സോ നമുക്ക് പൈസ ഇടാം പോയെന്ന് തോന്നുന്നു. ഇവർ ഈ ആൾക്കൂട്ടം വരുന്നവർ മൊത്തം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്താക്കി ഇടാൻ പറ്റും. ബടിയാ, ഞാൻ പോയി നോക്കട്ടെ. ഗൈസ്, ഇപ്പോൾ സ്റ്റുഡിയോയിൽ വന്നതാണ്. ഞാൻ സൺഡേ വന്നിട്ട് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം എൻ്റെ സിസ്റ്റർക്കും പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഋതുവിനും നല്ലതുണ്ടെങ്കിൽ വാങ്ങൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ വന്ന്, അപ്പോൾ 2 എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എടുക്കാമെന്ന്. അവൾക്ക് ഫോട്ടോ വെച്ചിട്ട് അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, ഉറങ്ങിയിരിക്കും. സോ അങ്ങനെ അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നതാണ് ഗൈസ്. ഞാൻ എന്തായാലും മേടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു നോക്കിയിട്ടൊന്ന് മേടിക്കാം. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കും ഇഷ്ടമായി, ഇനി ഓക്ക് ഇഷ്ടമായിരിക്കറിയാം. ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല. ഗൈസ്, അപ്പം ഞാൻ എന്താ പർച്ചേസ് ചെയ്തു. അവിടെ നിന്ന് ഡ്രസ്സും പെർഫ്യൂമൊക്കെ എടുത്തു. ഒരു വൈറ്റ് ടീഷർട്ട് ഞാൻ എടുത്തു വെച്ച്, അതെന്നെ അവർക്ക് ഇഷ്ടമായ. സോയാ അതെടുത്തു. അപ്പം ഷിറ്റ് വിളിച്ചിട്ടുണ്ട്, ഓള് മാനേജർ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട്. സോ ഓളെ പിക്ക് ചെയ്യട്ടെ. വെസ്റ്റ് സൈഡിലാണുള്ളത്. ക്രഷ് ഷെയ്ഡൊന്നുമില്ല ഗൈസ്. ക്രഷ് ഷെയ്ഡ് ഇനി വരില്ല, കമ്പനി നിർത്തി എന്നാണ് പറയുന്നത്. ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞത്, കമ്പനി നിർത്തി എന്ന് പറഞ്ഞപ്പം. സോ സാഡ്. അതുകൊണ്ട് ഞാൻ സ്പൈസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് എടുത്തു. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് ഗൈസ്. സ്റ്റുഡിയോയിൽ ബില്ലടിക്കുമ്പോൾ ഭയങ്കര തിരക്ക്, എപ്പോഴില്ലാത്ത തിരക്ക്, എന്താണാവോ ഗൈസ്. ഞാൻ ബില്ലടിക്കട്ടെ ഗൈസ്. അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്വീറ്റ്സ് മുരളീധരനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ, എന്താ പ്ലാൻ? ഇനി നമ്മൾ ചിലപ്പോൾ ചായ കുടിക്കും. എല്ലാവരും നോക്കുന്നുണ്ട് ഗൈസ്, ബട്ട് ഐ ഡോണ്ട് ഫീൽ എനി ഓക്വേർഡ് ബിക്കോസ് സ്ഥിരം മതി. ഗൈസ്, നമുക്കിനി മേലെ ഫുഡ് കോർട്ടിൽ പോവാം. ഗൈസ്, നമുക്കൊരു അബദ്ധം പറ്റി. നമുക്കല്ല, നിനക്ക് ഞങ്ങൾ കഥ പറയുന്നത് നടന്നു പോകുന്ന ഫ്ലോയിൽ ആക്ച്വലി താഴെ ഇറങ്ങുന്ന സ്റ്റെപ്പിൽ കയറിയിട്ട് മേലേക്ക് പോകാൻ നോക്കി. അബദ്ധം. ഭാഗ്യത്തിന് കുറച്ചങ്ങനെ കണ്ടുള്ളൂ, നാണം കിട്ടിയിട്ടുള്ളൂ. സീനേനും ഗൈസ്. അപ്പം നമ്മൾ ഗോകുലം മാളിൽ വന്നു, ലിപ്സ്റ്റിക്ക് മേടിച്ചു, കുറേ മണ്ടത്തരങ്ങൾ നടത്തി. എന്താണെന്നറിയത്തില്ല, എൻ്റെ ബ്ലഡിലുള്ളതായി മണ്ടത്തരം. സോ ഇപ്പം സ്വീറ്റ്സ് ഞങ്ങൾ അതിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്വീറ്റ്സ് അതിൽ മിൽക്ക് ആ സാധനം റിങ് അടിച്ചിട്ടാണ് പോയത്. പക്ഷേ വെറും കൈയോടെയാണ് തിരിച്ചു വന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല. ചോദിച്ചു എന്താണ്ടായേ? അവിൽ മിൽക്ക് എവിടെ? റിങ് ചെയ്തില്ലേനോ? ആ റെഡ് ലൈറ്റ് കത്തിയതാണല്ലോ. അപ്പൊ അവിടെ നിൽക്കുന്ന അവിടെ കൊടുക്കണ രണ്ടെണ്ണായിരുന്നാ വേറെ ഗൈസ്. നമ്മൾ വീണ്ടും മണ്ടത്തരം കാണിച്ചത്. ഫുള്ള് മണ്ടത്തരങ്ങൾ മാത്രമാണ് ഗൈസ് നമ്മൾ കാണിച്ചത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഇന്നലെ ഞാൻ സുമതി വളവ് സിനിമയ്ക്ക് പോയി. 11 മണിയുടെ ഷോ. 11 മണിക്കാണ് എഴുന്നേറ്റത്. ബുക്ക് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ചെറുതായി വിശക്കുന്നുണ്ടല്ലേ. ഞാൻ പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, ഫ്രൈഡ് റൈസ്. അപ്പം ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ബെസ്റ്റ് നമ്മൾ കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഥ പറയാനുണ്ടായിരുന്നു സീരിയസ്. ഇപ്പം അതാ ശ്രീഷ്മ ഇപ്രാവശ്യം ചമ്മൂല എന്നുള്ള കോൺഫിഡൻസിൽ അവനിലേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. ചമ്മീല ഗൈസ് ഭാഗ്യം. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്രാവശ്യം ചമ്മാതെ അതിലുമായിട്ട് മുന്നേറി വരുന്ന ശ്രീഷ്മ മുരളീധരനെയാണ് നമ്മൾ കാണുന്നത്. അതാരാ ഒരു എക്സ്പ്രഷനൊക്കെ ഗൈസ്. ശ്രീഷ്മ മുരളീധരൻ വായ നോക്കിയിരുന്നു. ഇതിൽ ഫുള്ള് കടലയാ. കടല എനിക്ക് അത്ര ഇഷ്ടമല്ല ഗൈസ്. കുടിക്ക് എങ്ങനെയുണ്ട് പറയും. ഫൈനലി ഞങ്ങൾക്ക് അവിൽ മിൽക്ക് കിട്ടി. ടേസ്റ്റ് ഒന്നും നന്നായിട്ട് ഞാൻ നോക്കുന്നത്. ഇതിൽ ഫുൾ കടല. കഴിച്ചു. ഇപ്പം ഒരു ഫാമിലി വീഡിയോ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ചെയ്തു ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത പ്ലാൻ എന്താ ശ്രീഷ്മ? ഫോട്ടോ എടുക്കണം. പിന്നെ ഞങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഗൈസ്. ഫോട്ടോ എടുക്കണം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പട്ടിഷോ ഓഫ് ശ്രീഷ്മ ആൻഡ് ശ്രീതു കൃഷ്ണ. ശ്രീഷ്മ മുരളീധരൻ ആൻഡ് ശ്രീതു കൃഷ്ണ. അപ്പം ഗൈസ് നമ്മൾ വാഷ്റൂമിൽ വന്നു, പട്ടിഷോ കാണിച്ചു. ഇനി നമ്മൾ എവിടേക്കാ? എനിക്ക് കുറച്ച് ഫോട്ടോ സെക്ഷനായിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. കം സ്റ്റൈലാക്കി നമ്പർ 1 സ്റ്റെപ്പിന് മാറരുത്. ഇനി മാറിയാൽ നാട്ടാരടുത്ത് വീട്ടടുത്ത് നാറും. കാരണം നമ്മൾ ഓൾറെഡി നാറി നിൽക്കുകയാണ് ഗൈസ്. ഷെയ്ഡ്സ് ഉണ്ട് തന്നെയല്ലേ? ഓക്കെ ഗൈസ്. പിന്നെ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. നിഹാലിൻ്റെ ഷോപ്പിൽ പോകണോ? നിഹാലുണ്ട് അവിടെ? ഞാൻ ജസ്റ്റ് ഒന്ന് പോയേക്കാം. കാരണം ഇനി ഞാൻ പോവാന്നും കൂടി പറയാം. അപ്പം ഗൈസ് ഞാൻ മൈസൂരേക്ക് പോവാണ്. നാളെ മറ്റന്നാളുമായിട്ട് ഞാൻ പോവും. ഇല്ലെങ്കിൽ വീട്ടുകാരെ ഇനി വീട്ടിൽ നിർത്തിക്കില്ല എന്നുള്ള ഒരു വാർണിംഗ് തന്നു ഇന്നലെ രാത്രി. സുഖം നമ്മളിവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ശ്രീഷ്മ മുരളീധരൻ ചെറുതായിട്ടൊന്ന് ഫോട്ടോഗ്രാഫറായി ഗൈസ്. നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇനിയിപ്പം നമ്മൾ ബീച്ചിലേക്ക് പോകണം. ബീച്ച് പോയേക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിഹാലിൻ്റെ ഷോപ്പിലും പോയേക്കാം. പോട്ടെ, വണ്ടി എടുക്കട്ടെ. നല്ല കാറ്റ് ഗൈസ്. നമ്മൾ നിഹാലിൻ്റെ ഷോപ്പിൽ വന്നു. നിഹാലിനോട് കുറച്ച് സംസാരിച്ചു. പിന്നെ അവിടെ കസ്റ്റമർ വന്നപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി. അതിനിടയിൽ നമ്മൾ ബീച്ച് പോയിരുന്നു. പക്ഷേ ഈ തെണ്ടിക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി. പിന്നെ എനിക്ക് വേറെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇനി നമുക്ക് ആ കണ്ടയിൽ പോവാം. നെല്ലിക്ക വാങ്ങാം. ഇവിടെ എന്തോ നെല്ലിക്കയോ എന്തോ ഉപ്പിലിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് വാങ്ങാം. സോ
ആക്ച്വലി എനിക്ക് നെല്ലിക്ക ഇഷ്ടമല്ല, ഞാൻ വേറെ എന്തെങ്കിലും ഒന്നും. പൈനാപ്പിൾ ഇല്ലേ? അപ്പം നമുക്ക് പൈനാപ്പിൾ നെല്ലിക്ക. അങ്ങനെ നെല്ലിക്ക ഇതെന്താ ടേസ്റ്റ് ഉണ്ടാവോ? എന്നാ മറ്റേതുണ്ടാവും. ഏട്ടാ ഒരു നെല്ലിക്ക, ഒരു മാങ്ങ, ഒരു പൈനാപ്പിൾ. വേണോ? ഒരു ഇതിന്റെ പേരെന്താ? ഇത് 4 കവർ ചെയ്തോ? എന്തൊക്കെയായിരുന്നു? നെല്ലിക്ക, ഇവിടുത്തെ നെല്ലിക്ക എങ്ങനെ ഉണ്ട് നോക്കും. നെല്ലിക്ക പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മറ്റേ മാങ്ങയും പൈനാപ്പിൾ ഉപ്പിലിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇഷ്ടം. ഷോപ്പ് കടക്കാരൻ ചെറുതായിട്ട് ശ്രീഷ്മയായി മാറി. നല്ല ബുദ്ധമൊക്കെ എടുക്കണം ശ്രീഷ്മ. നല്ല കണ്ടിട്ടൊരു വൈബ് ഉണ്ടല്ലേ, നല്ലൊരു മുട്ട കളറ്. ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എന്ത് പൈനാപ്പിളോ? യു റിയലി ഹേറ്റ് ഇറ്റ്? പൈനാപ്പിൾ പൊളിയാക്കി ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് കമന്റ് ചെയ്യും. പേരൊക്കെയാ? ഓക്കെ. ഇപ്പൊ ഗൈസ് പേരൊക്കെയാണെന്നാണ് പറയുന്നത്. ഊരിങ്ങോട്ട് കൊടുത്തു. ഗൈസ് പേരൊക്കെയാണെന്നാണ് പറയുന്നത്. കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. പേരൊക്കെ ടേസ്റ്റ് ചെയ്യുന്നോ? പക്ഷെ നമ്മളിത് കഴിക്കട്ടെ. ഷോ നെല്ലിക്ക സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കഴിക്കാൻ പോട്ടെ. കൂട്ടത്തിലൊരാൾ ഷോപ്പ് ഓണറായ എങ്ങനെ ഇരിക്കും ഗൈസ്? ഇന്നലെ നമ്മളിവിടെ വന്നിട്ട് റീൽസൊക്കെ ഇടും. അപ്പം കഴിക്കാം. നമുക്ക് പൈനാപ്പിൾ ട്രൈ ചെയ്യാം. അങ്ങനത്തെ ടേസ്റ്റിൽ ഉപ്പിടിച്ചില്ല. പുളിപ്പിൻ്റെ ആളാ ഈ പ്രഗ്നൻ്റ് ആയാൽ. പച്ചമാങ്ങ ഭയങ്കര സ്ലൈസ്ഡ് ആയിപ്പോയി. മെലിഞ്ഞിട്ടായിട്ടും ബീച്ച് കിട്ടുന്ന കുറച്ചുകൂടി കട്ടിയുണ്ടാവും. നോക്കുന്ന പോലെ ഉണ്ട് ഇതൊക്കെ. ഇച്ചിരി ഇത് പ്രഥമയാണ്, തീരെ മധുരമില്ല. പൈനാപ്പിളിനൊരു മധുരം വേണം. എനിക്കിഷ്ടമല്ല പൈനാപ്പിൾ. നമുക്ക് പൈനാപ്പിൾ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. പിടിച്ചില്ല. മാങ്ങ ട്രൈ ചെയ്യാം. മാങ്ങയും പിടിച്ചില്ല ഇല്ലേട്ടാ. ഇഷ്ടമില്ല അമ്പഴങ്ങ. മാങ്ങ വൈബുണ്ട്. ഞാൻ പറഞ്ഞില്ല കണ്ടപ്പോ ഇതൊരു മൂത്ത മാങ്ങ, പച്ചമാങ്ങയല്ല. പച്ചമാങ്ങ എനിക്കിഷ്ടമല്ല, പക്ഷെ മൂത്ത മാങ്ങ എനിക്കിഷ്ടമാണ്. മൂത്ത മാങ്ങയുടെ ജ്യൂസ് അടിപൊളിയാണ്. ഇത് വൈബുണ്ട്. ഇത് വെച്ചു അല്ലേ? നമുക്ക് ചെയ്യാം. മൂത്ത മാങ്ങ ഇഷ്ടമുള്ള ഇഷ്ടമാണ്. പക്ഷേ ഇത് നല്ലപോലെ പിടിച്ചിട്ടില്ല. ഒന്നും നല്ലപോലെ പിടിച്ചില്ലെന്ന് അല്ലേ? പുതിയതിട്ടതാ. ഓ ഭയങ്കര പുളിപ്പും ഭയങ്കര പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇവിടുത്തെ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാവും. നല്ല പുളിപ്പ്. ഋതുവിന് ഇഷ്ടപ്പെട്ടത്. നല്ല പുളിപ്പുണ്ട്. ക്യൂട്ടിയോ നമുക്ക് വാങ്ങണ നല്ല വാങ്ങിയുണ്ട്. നിഹാലും പോകണ്ട്. നിഹാൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യും ചേച്ചിട്ട് അവിടെ വന്നേ. പക്ഷെ നിഹാലിന് പോകാണ്ട്. ഇഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന നിഹാലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഭയങ്കര പണി. ക്യാമറ ആണെങ്കിൽ പിന്നെ ഭയങ്കര ആത്മാർത്ഥത. കഴിച്ചോക്ക്, കഴിച്ചോക്കടാ. ഇല്ല വ്ളോഗിലിടൂല, കഴിച്ചോക്ക്. പൈനാപ്പിൾ പക്ഷെ വലിയൊരു ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓള് പോകുമ്പോൾ എടുക്കാൻ വിട്ടുപോയി. ഓളെ ഞാൻ ബസ് സീറ്റ് കൊടുക്കുമ്പം ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. സോ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. ഇപ്പം സമയം 8:30. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇതേ ഉള്ളൂ. വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു പുറത്തു പോകുന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അത്രയുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഇപ്പം ഞങ്ങളിവിടെ ഇരുന്ന് ഞാൻ ഋതുവിന് വാങ്ങിയ ഡ്രസ്സും പെർഫ്യൂമും പിന്നെ അതൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ സാരി ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ എടുക്കാറുള്ളതുകൊണ്ട് അപ്പം അന്ന് ഇട്ടതായിരുന്നു. പക്ഷെ അന്ന് എന്തോ ബൈദവശാലും ഞാൻ വണ്ടി പോകുമ്പോൾ എന്തോ ആയിട്ട് കത്തി ഉണ്ടായിരുന്നു സാരി ഒരു സൈഡിൽ ഇവിടെ എവിടെയോ താഴെ. അപ്പം ഞാനത് ശ്രീഷ്മ മുരളീധരൻ്റെ അടുത്ത് നന്നകം കൊടുത്തതാണ്. ബിക്കോസ് ഓള് നന്നായി അറിയാം, ഫാഷൻ ഡിസൈനിങ് ആണല്ലോ പഠിച്ചത്. അപ്പം ഓള് നന്നാക്കിയിട്ട് കൊണ്ടു തന്നതാണ്. സോ അത് അമ്മയ്ക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. അപ്പം that's that, and stay tuned for my next vlog. Tata, bye bye, see you.